ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അനീഷാണ് കോമണർ. ഞാൻ ആദ്യം വിചാരിച്ചത് അനീഷ് ഭയങ്കരമായിട്ട് വെറുപ്പിക്കുന്നതാണ്. അതായത് ഗെയിം കളിക്കും, പക്ഷെ വെറുപ്പിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഗെയിം ആയിരിക്കും മൂപ്പര് കളിക്കാൻ വേണ്ടി പോകുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോഴും ആൾ വെറുപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉണ്ട്, ചെറിയ രീതിയിലൊരു നമുക്ക് തോന്നും. ബട്ട് എനിക്ക് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് പുള്ളിയെക്കുറിച്ച് തോന്നുന്നത്, അറ്റ്ലീസ്റ്റ് അയാൾ ആരെയും കൂട്ടുപിടിക്കുന്നില്ല. അയാൾക്ക് ആരുടെയും കൂട്ട് വേണമെന്നും യാതൊരു നിർബന്ധവുമില്ല. ആ വീടിൻ്റെ അകത്ത് അയാൾക്ക് അത്രയും പേരുടെ ഇടയിൽ ഒറ്റയ്ക്ക് നിന്ന് വെറുതെ ഒരു മൂലയ്ക്ക് പോയി സങ്കടം പറയുക, അല്ലെങ്കിൽ അതൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു താല്പര്യക്കുറവ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അയാള് ഒറ്റയ്ക്കാ നിന്നിട്ട് അയാൾ ബാക്കിയുള്ള ആൾക്കാരെ ചൊറിയുന്നുണ്ട്. അയാൾ എൻജോയ് ചെയ്യണം. ഹീ ഈസ് ഹാപ്പി. മനസ്സിലായ? ഹീ ഈസ് ഹാപ്പി ആൻഡ് ഹീ ഈസ് എൻജോയിങ് ഹിസ് ഓൺ ഗെയിം. അത് വെറുപ്പിക്കലായിട്ട് പ്രേക്ഷകന് തോന്നുന്നു, അതിൻ്റെ അകത്തുള്ള ആളുകൾക്ക് തോന്നുന്നു എന്നുള്ളതൊക്കെ വേറെ വിഷയം. അറ്റ്ലീസ്റ്റ് ഹീ ഈസ് എൻജോയിങ് ഹിസ് ഗെയിം. അതാണ്, അത് ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് ഇയാള് ബാക്കിയുള്ള ആൾക്കാരെ വെറുപ്പിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നേ? ബാക്കിയുള്ള മണ്ടന്മാരാണ് കണ്ടസ്റ്റൻസ്. അവര് വ്യക്തിപരമായിട്ടല്ല പറയുന്നത്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് മണ്ടന്മാരാ വീണ്. അപ്പാനി ശരത്തിന് എനിക്ക് ഇഷ്ടാട്ടോ, നല്ല കണ്ടസ്റ്റൻറ്റുമാണ്, വിശ്വാസമുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക്. പക്ഷേ അപ്പാനി ശരത്തടക്കം, അല്ലെങ്കിൽ അഭിലാഷ്, അക്ബർ, ഇവരൊക്കെ ശരിക്കും മണ്ടന്മാരാവുന്നുണ്ട്. കാരണം ഇവരാണ് പ്രഷർ കൂട്ടിയിട്ട് തിരിച്ച് ബഹളം വെക്കാൻ വേണ്ടിയിട്ട് പോണത്. ഇപ്പുറത്ത് നീ ചങ്ങാതി ഇങ്ങട് എൻജോയ് ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ചൊറിയുന്നേ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഇപ്പുറത്തിരിക്കുന്ന ആളുകൾ, മറ്റ് കണ്ടസ്റ്റൻസ് ഇയാളെ എതിർക്കാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ ഇയാളുടെ അടുത്ത് തൊള്ള ഉറക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ അനീഷാണ് അവിടെ കണ്ടന്റ് മേക്കർ ആവുന്നത്, അല്ലെങ്കിൽ അനീഷിനാണ് അവിടെ സ്ക്രീൻ സ്പേസ് കിട്ടുന്നത് എന്നുള്ളത് ഇവര് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ലൈവും തേങ്ങയൊന്നും കാണുന്നില്ല, BB+ കണ്ടതാണ്. അതിൻ്റെ അകത്ത് ലാസ്റ്റ് എനിക്ക് ചിരി വന്നത്, സത്യത്തിൽ ഞാനത് എൻജോയ് ചെയ്തു. ലാസ്റ്റ് ഈ അപ്പാനെയൊക്കെ ഉറങ്ങാൻ വേണ്ടിയിട്ട്, അല്ല ഉറങ്ങല്ല, അപ്പാനെയൊക്കെ മറ്റേ എന്താണ് എന്താണ് അവരുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല, കലാഭവൻ, അവരും പിന്നെ മറ്റേ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം, അക്ബറൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ അഭിലാഷ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ഉറങ്ങണം, ഇവിടെ ഉറങ്ങണം ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അണ്ണൻ അവിടെ നിന്ന് ഒരേ ഡയലോഗ് അടി. എനിക്കത് കേട്ടപ്പോൾ തന്നെ ചിരി വന്ന്. സത്യത്തിൽ മൂപ്പരോട് ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് ചൊറി വന്നു. കാരണം ചൊറിയാനാണ് മൂപ്പര് ഉറങ്ങണ കാര്യമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ചോദ്യം ചെയ്യാനൊക്കെ നിൽക്കുന്നു. അപ്പോഴേക്കും അപ്പാൻ കയറി ഒരേ ഡയലോഗ്. അപ്പാനോട് ഡയലോഗ് അടികൂടിയും കണ്ടപ്പോൾ എനിക്ക് ചിരി വരാൻ തുടങ്ങി. സീരിയസ്ലി എനിക്ക് ചിരി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഇവർ വീണ്ടും 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 അയാൾക്ക് മറുപടി കൊടുക്കാൻ വേണ്ടി വന്നിട്ട്, അയാളെ എതിർക്കാൻ വേണ്ടി വന്നിട്ട് അനീഷിന് സ്പേസ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുള്ളത് ആലോചിച്ച് എനിക്ക് ചിരി വരിക. അപ്പം അനീഷിൻ്റെ അപ്രോച്ച് എനിക്ക് ചിരി വരുന്നുണ്ട് കാണുമ്പോൾ. എനിക്കത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി പറ്റുന്നുണ്ട്. സംഗതി ശരി, വെറുപ്പിക്കണമെന്നുള്ളത് വേറെ മാറ്റർ. പക്ഷേ ആസ് എ കണ്ടസ്റ്റൻറ്റ് നല്ല രസമുണ്ട്. ഈ ബാക്കിയുള്ള ആളുകളൊക്കെ ഇവര് ഇത്രയും, ഇപ്പോൾ 7ാമത്തെ സീസണായില്ലേ, ആദ്യത്തെ സീസണൊന്നുമല്ലോ, 7ാമത്തെ സീസണായി. ഇവർ ഇത്രയും സീസണായിട്ട് ഇതിന് മുമ്പുള്ള സീസണൊന്നും കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെ ഒരാൾ കയറി വരും, എങ്ങനെയാണ് പുറത്തെ ആളുകൾക്ക് ഫാൻസ് ഉണ്ടാവുന്നത്, എങ്ങനെയാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് ഹേറ്റേഴ്സ് ഉണ്ടാവുന്നത് എന്നുള്ളതൊന്നും ഇവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു ചിന്ത ഉണ്ടാവുന്നില്ലേ എന്നാണ് ഞാനിരുന്ന് ആലോചിക്കുന്നത്. സംഗതി പിന്നെയും അവിടെ ഒരാൾ രാജാവാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നീ രാജാവായിക്കോ എന്ന് പറഞ്ഞിട്ട് വിട്ടു കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ അനീഷ് ആക്ച്വലി സെൻറ്റിമെൻ്റ് ഇറക്കുക, അല്ലെങ്കിൽ എന്നെ ഒറ്റപ്പെടുത്തിയേ എന്നുള്ളൊരു മൂഡ്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കുന്നു എന്നുള്ളത് യെസ്, പക്ഷെ ഒറ്റയ്ക്കാക്കിയേ എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് മൂപ്പര് ഇറക്കും എന്നെനിക്ക് ആക്ച്വലി തോന്നുന്നില്ല. അയാൾ ആരോടൊപ്പം ടീമപ്പ് ചെയ്യാണ്ട് അയാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അവിടെ പരിപാടി കാണിക്കാനാണ് അയാൾ നോക്കുന്നത്. അത് എനിക്ക് ഭയങ്കര നൈസായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ എന്ത് തേങ്ങാക്കോലെയാണ് കാണിക്കുന്നത്? സീരിയസ്ലി അതിപ്പോൾ എത്ര ആൾക്കാർ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല. ആര്യൻ ആയിക്കോട്ടെ, എന്താണ് അക്ബർ ആയിക്കോട്ടെ, അപ്പാനി ആയിക്കോട്ടെ, അഭിലാഷ് ആയിക്കോട്ടെ, ഇവർ ആ ഒരു കംഫർട്ട് സോണിൽ പോയി പെടാനുള്ള സാധ്യത നല്ല രീതിയിൽ ആക്ച്വലി ഉണ്ട്. അവരങ്ങനെ നിൽക്കും തോന്നുന്നുണ്ട് ഒരു പരിധിവരെ. എത്ര നാൾ അങ്ങനെ നിൽക്കുന്നു എനിക്കറിയില്ല, പക്ഷെ ഒരു പരിധിവരെ അവർ ഇപ്പോൾ ഒരുമിച്ചിട്ട് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഒരു കംഫർട്ട് സ്പേസ് അല്ലേ. ഒരിക്കലും ബിഗ് ബോസിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ 4 പേര് ഒരുമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ 4 പേരുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കുക എന്ന് പറയുന്ന അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. അത് കണ്ടുകൊണ്ടിരിക്കണം നമുക്കും അത്ര രസമായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി അനീഷ് ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം കൊണ്ട് എനിക്ക് അയാളെ നൈസായിട്ടാണ് ആക്ച്വലി തോന്നുന്നത്, ബാക്കിയുള്ള ആൾക്കാർ കണ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത്. പിന്നെ
രുദ്രൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഷ്ടമാണ്. കാരണം ഇങ്ങേര് ശരിക്കും ഇങ്ങനെയൊക്കെ തന്നെ ആണോ, അതോ ഇങ്ങേര് വെറുതെ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് പാളുന്നതാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കാര്യം എന്തിനാണ് അനാവശ്യമായിട്ട് ഓരോ കണ്ടന്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഉണ്ടാക്കിയില്ല എന്നേ ഉള്ളൂ. ഇത് ഉണ്ടാക്കിയിട്ട് ഒരുമാതിരി കാക്കതൂറിയ പോലത്തെ അവസ്ഥ ഉണ്ടാക്കി മാറ്റുന്നുണ്ട് പുള്ളി. മറ്റേ അനുമോളുടെ കേസിൽ അനുമോള് ഡോക്ടറിൻ്റെ കാര്യം മറ്റേ പൈസയ്ക്ക് വേണ്ടിയിട്ട് മരുന്ന് എഴുതുകയാണെന്നുള്ള ലെവലൊന്നും അനുമോള് പറഞ്ഞിട്ടൊന്നുമില്ല. അനുമോള് വേറെന്തോ ഒരു സംഭവമാണ് ആക്ച്വലി പറഞ്ഞത്. അതും വളരെ കാഷ്വലായിട്ട് പറഞ്ഞിട്ട് സംഗതിയാണ്. അതിൽ രുദ്രൻകുട്ടി അവിടെ കണ്ടന്റ് ഉണ്ടാക്കി ഭയങ്കരമായിട്ട്. മറ്റേ കാറ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞ് ഡോക്ടേഴ്സിനെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരേ കഥ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അടുത്ത കണ്ടന്റ് ആയില്ലേ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ആൾക്കാർ അവിടെ നിന്ന് കയറിയിട്ട് നീ അങ്ങനെ പറഞ്ഞോ നീ ഇതൊക്കെ വല്ല വിവരം ബോധമില്ലാത്ത കണ്ടസ്റ്റൻസാണ് തോന്നുന്നുണ്ട് ഇവർ. സീരിയസ്ലി ബോധം ബുദ്ധിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഗതി രുദ്രൻകുട്ടി അങ്ങനെ ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയിട്ട് എന്താ ചെയ്യേണ്ടത് സംഗതി മനസ്സിലാക്കുക. ഇതൊക്കെ അനാവശ്യമായൊരു തൊലിഞ്ഞ കണ്ടന്റാണ്. അതിലൊന്നും കൊണ്ട് തല വെക്കരുത്. ഇനി തല വെക്കുകയാണെങ്കിൽ തന്നെ അതിനെ ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു ഒരു ബോധം വേണ്ടേ? എവിടെ അപ്പോഴേക്ക് ഇവർ കയറിയിട്ട് അനുമോളിൻ്റെ അടുത്ത് കയറിയിട്ട് നീ അങ്ങനെ പറഞ്ഞോ. ഇതിപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും എന്ത് മൈരാണെന്നുള്ളതാണ് ഞാനിരുന്നിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ഊമ്പിയ കണ്ടന്റും കൊണ്ട് വന്നിരിക്കുക എല്ലാവണ്ണം കൂടിയിട്ട്. ഞാൻ പച്ചയ്ക്ക് പറയാമല്ലോ, തോന്നിയ കാര്യമോട് പറയാം കേട്ടോ. നമ്മൾ ഇവിടെ ഷുഗർ കോട്ട് ചെയ്യണ പരിപാടിക്കൊന്നും നമ്മൾ നിൽക്കുന്നില്ല. കാര്യമായിട്ടാണ് പറയുന്നത്. അനാവശ്യ കണ്ടന്റുകളാണ് ആക്ച്വലി ഉണ്ടാക്കുന്നത്. പിന്നെ രുദ്രൻകുട്ടിയാണെങ്കിലോ ഒരേ കെയറിങ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇങ്ങനെ വെറുതെ മലയാളി ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് വാരിക്കൂട്ടാനും അല്ലെങ്കിൽ കേരളത്തിൻ്റെ സംസ്കാരത്തിനെ കുറിച്ച് തൊലിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വാരിപ്പുണർന്ന് കുറേ ഉമ്മയും കൊടുത്ത് വോട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങേര് ഈ മരത്തി അടിക്കുന്നത്. പക്ഷെ എനിക്ക് വളരെ അയോഗ്യമായിട്ടാണ് തോന്നുന്നത്. ഇങ്ങേര് കുറേയായിട്ട് ഈ പറഞ്ഞ ഗിസൈലിൻ്റെ തുണിയുടെ പുറകെ നടക്കുക. കേരളത്തിൻ്റെ ഓഡിയൻസിനെ കുറിച്ച് മലയാളി പ്രേക്ഷകരുടെ കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ ഗിസൈൽ? അവർ വോട്ട് ചെയ്യില്ല, അവർ സപ്പോർട്ട് ചെയ്യില്ല ഗിസൈൽ, അതുകൊണ്ട് തുണി കൊടുക്കൂ എന്നുള്ളൊരു മൂഡിലാണ് നമ്മുടെ ഷന്നവാസ് രുദ്രൻ എന്നിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആദ്യത്തെ തവണ പറഞ്ഞു എവിടെ തുണിയുടെ കാര്യം പറഞ്ഞ് നോമിനേറ്റ് ചെയ്തത് തൂറി ഏർപ്പാടായിപ്പോയി. മനസ്സിലായില്ലേ? തൂറി ഏർപ്പാടായിപ്പോയി മറ്റേ തുണിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നോമിനേറ്റ് ചെയ്തത്. എന്നാൽ അതോട് കൂടിയിട്ട് ചെങ്ങായി പണി വിടുന്ന് പറഞ്ഞാൽ എവിടെ അങ്ങേർക്ക് കെയർ ചെയ്യാണ്ട വയ്യ, പിന്നെയും കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കയറിയിട്ട് മലയാളി പ്രേക്ഷകരുടെ നീ പറയാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അവനവനായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അത് ഷാനവാസനാണെങ്കിലും രുദ്രനാണെങ്കിലും ആരാണെങ്കിലും അവനവനായിട്ട് ഇരിക്കുക. അല്ലാണ്ട് മലയാളി പ്രേക്ഷകരുടെ കണ്ണിൽ ഉണ്ണിയാവാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ കുണ്ടിയായി മാറും. അത്രയേ ഉള്ളൂ. ഇടാനുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള വസ്ത്രം എന്താണോ അത് ഇടുക. അല്ലെങ്കിൽ അവനവൻ എങ്ങനെയാണോ റിയലായിട്ട് അതിൻ്റെ അകത്ത് പെരുമാറുക. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഇതിനകത്ത് മലയാളി പ്രേക്ഷകർ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളി പ്രേക്ഷകരുടെ ആസനം താങ്ങാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതെയായി പോവും. ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാതായി പോകും. അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഈ കൊണച്ച ഉപദേശം കൊണ്ടൊന്നും ഈ പറഞ്ഞ രുദ്രനാണെങ്കിലും ഭദ്രനാണെങ്കിലും ഈ ആളുകളുടെ പുറകെ ഇങ്ങനെ കട്ടന്ന് തൊലിഞ്ഞ് ഉപദേശം കൊണ്ടൊന്നും നടക്കണ്ട. അവനവൻ്റെ കാര്യം നോക്കിയിടുക, നടക്കുക. അവനവൻ്റെ കാര്യം നോക്കിയിട്ട് അങ്ങോട്ട് നടക്കുക. കണ്ടവരുടെ പരിപാടി നോക്കിക്കൊണ്ട് നടന്നിട്ട് സ്വയം വില കളയേണ്ട കാര്യമൊന്നുമില്ല. ആക്ച്വലി ഞാൻ മനസ്സിലാക്കിയത് മൂപ്പര് എയറിൽ കടന്നിട്ട് പറക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ ആൾക്കാരും പറപ്പിക്കും, പ്രേക്ഷകരും പറപ്പിക്കും, അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസും പറപ്പിക്കും എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത്. കാരണം ഇപ്പം തന്നെ ഏകദേശം അക്ബറും ചക്രവർത്തിയും പരിപ്പ് വട്ടയും ഉഴുന്നുവട്ടയൊക്കെ മൂപ്പരെതിരെ പറഞ്ഞിട്ടൊക്കെ ആക്ച്വലി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം അങ്ങേരെ സൈഡാക്കി വിടാനുള്ളൊരു ഉദ്ദേശം ഈ പറഞ്ഞ മെയിൽ കണ്ടസ്റ്റൻസിന് ഉണ്ട് എന്ന് എനിക്ക് ആക്ച്വലി തോന്നുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഇല്ലാത്തോടത്ത് കയറിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു കൈൻഡ് ഓഫ് മാനിപ്പുലേഷൻ ആളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതുകൊണ്ടാണ് അങ്ങേർക്ക് അങ്ങനെ ഒരു അവസ്ഥ ആക്ച്വലി വരുന്നത്. ഇനി ഒറ്റയ്ക്ക് നിന്നാൽ കളിക്കാൻ പറ്റും എന്നുള്ളൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ഷാനവാസ് ഒറ്റപ്പെട്ടോട്ടേ കുഴപ്പമില്ല. പക്ഷെ മൂപ്പര് പോലും അറിയാതെ കുഴിയിലേക്ക് ചെന്ന് ചാടുന്നതാണോ എന്ന് എനിക്ക് വലിയ സംശയമുണ്ട് സുഹൃത്തുക്കളെ. രുദ്രൻകുട്ടിയെ എന്താ പറയുക എല്ലാവരും ഊക്കി വിടുന്നുണ്ട്. ആര്യനും ഊക്കി വിട്ടു. ആര്യൻ പറഞ്ഞത് രുദ്രം വരും പറഞ്ഞപ്പോൾ എന്തായാലും രുദ്രം വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആര്യൻ എന്തായാലും വേറെ പണിയൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും രുദ്രന് പകരം ഏതോ പൂച്ച വന്നു എന്നുള്ള രീതിയിലേക്കാണ് ആര്യം പറയണത്. ആര്യൻ്റെ പുറത്തിൽ കേട്ടതെന്ന് ആര്യ അവിടെ കിടന്നിട്ട് ബല മറക്കി കിടന്ന് കുറേ പെണ്ണുങ്ങൾ ചിലപ്പോൾ ആര്യൻ്റെ ചന്തൊക്കെ കണ്ട് വോട്ട് ചെയ്യായിരിക്കും. പക്ഷേ
നമ്മൾ പിന്നെ ആരുടെയും ചന്തം നോക്കിയിട്ടല്ല വോട്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പോണത്. കളി കണ്ടാൽ സപ്പോർട്ട് ചെയ്യും, കളി കണ്ടില്ലെങ്കിൽ തൊലി മാത്രം ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ തൊലിച്ച് വലിച്ചങ്ങ് കീറും, അത്രയേ ഉള്ളൂ. അത് ആരനാണെങ്കിലും ഗംഭീറാണെങ്കിലും എന്താണ് MS ധോണി ആണെന്നുണ്ടെങ്കിലും അണ്ടർടേക്കർ ആണെന്നുണ്ടെങ്കിലും ലയണൽ മെസ്സി ആണെങ്കിലും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണെന്നുണ്ടെങ്കിലും ഓക്കെ, സവാരി ഗിരിഗിരി സുബാരി ഗുരുഗുരി കളിക്കണം. അല്ലാണ്ട് ഇത് കയറിയിട്ട് ഇവരൊക്കെ കൂടി പ്ലാനായിട്ട് മറ്റേ ഗിസൈലിൻ്റെ അടുത്ത് മറ്റേ പ്രാങ്കിന് പോയിട്ട് അടിച്ച് അണ്ണാക്ക് കിട്ടി, കൊടുത്തു വട്ടി. ഗിസൈൽ പവറാണ്. ഗിസൈലിൻ്റെ അടുത്ത് ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് ആട്ടാൻ വേണ്ടി പോണ പോലെ ആട്ടിക്കഴിഞ്ഞാൽ അവർ അടിച്ച് തൂഫാനാക്കി കൈ കൊടുക്കും. അതാണ് ഗിസൈൽ പവർ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡിവിജ്വാലിറ്റിയും പേഴ്സണാലിറ്റിയും ഉണ്ട്. അവർ ഈ തൊട്ടിയ കണ്ടന്റിൻ്റെ ഇടയിൽ കൂടെ തൊലിഞ്ഞ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടൊന്നും അവർ പോകുന്നൊന്നുമില്ല. അതാണ് അവർ പച്ച മലയാളത്തിൽ പറയാൻ പറ്റിയില്ലെങ്കിൽ അവർ അറിയാവുന്ന മലയാളത്തിൽ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിങ്ങൾ വെറുതെ 4-5 പേരായിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ബുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട്, അതും അനാവശ്യമായിട്ടുള്ള തൊലിഞ്ഞ കണ്ടന്റാണ് ഇവർ ഉണ്ടാക്കുന്നത്. നല്ല കണ്ടന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് 4 പേര് ഗുണ്ടാളെ പോലെ നടന്നിട്ട് വലിയ തൊലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടക്കുന്ന പരിപാടിക്ക് എന്നെ കിട്ടില്ല എന്നാണ് ഗിസൈൽ ആക്ച്വലി പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചെന്നുള്ളതാണ് ഞാനൊന്ന് പ്രേക്ഷകൻ മനസ്സിലാക്കുന്നത്. ഗിസൈൽ പവറാ, സൂപ്പറാണ്. വസ്ത്രത്തിൽ മാത്രമല്ല ഭംഗി, അവർ ലുക്കിൽ മാത്രമല്ല ഭംഗി, അവരുടെ പേഴ്സണാലിറ്റിയും കിടുക. കൊടുത്തു അടി അണ്ണാക്കിൻ്റെ ഉള്ളിലേക്ക് തേമ്പി അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ്. അവരുടെ രേടും സൂതിയൊന്നും എനിക്കറിയില്ല. അവിടെ ചുവന്ന ഉടുപ്പൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ടിയും കുണ്ടിയൊന്നും കണ്ടൻറ്റും ഒന്നും ആക്ച്വലി വന്നില്ല. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ദിസ് ഈസ് ബിഗ് ബോസ് മലയാളം സീസൺ 7 തേർഡ് റിവ്യൂ.